നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്കാണ് ഫ്ലുമിനൻസ് എത്തിയിരിക്കുന്നത്. ഫ്ലുമിനൻസിൻ്റെ വലിയേട്ടൻ നമ്മളെല്ലാവരും പറയാറുള്ളത് തിയാഗോ സിൽവ. എന്നാൽ തിയാഗോ സിൽവയേക്കാൾ കാരണവരായിട്ടുള്ള ഒരാൾ അവരുടെ സ്ക്വാഡിലുണ്ട്. ഡിഫൻസിൽ 40-കാരനായിട്ടുള്ള തിയാഗോ സിൽവ, ഗോൾ വല കാക്കാൻ 44-കാരൻ ഫാബിയോ. യെസ്, ഇന്നലെയും ക്ലീൻ ഷീറ്റ്. റെക്കോർഡ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഇത്രയധികം ക്ലീൻ ഷീറ്റുകൾ നേടിയ മറ്റൊരു ഗോൾ കീപ്പർ ഇല്ല. 44-കാരൻ ഫാബിയോ. ഇതുവരെ പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബ്രസീലിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിട്ട് എണ്ണപ്പെടുന്നയാളാണ്. പലവട്ടം ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട്, സ്ക്വാഡിൽ പോയിട്ടുമുണ്ട്. പക്ഷേ പ്ലേയിങ് ലെവലിൽ അവസരം കിട്ടിയില്ല. അങ്ങനെ അവസരം കിട്ടാത്തതിനെതിരെ പ്രസ്താവന ഇറക്കി കലഹിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ഈ ഫാബിയോ. ഒരു പോരാളിയാണ് എന്നർത്ഥം. 44-ാമത്തെ വയസ്സിലും ഇങ്ങനെ ക്ലബ്ബ് വേൾഡ് കപ്പ് അടക്കം കളിക്കണമെങ്കിൽ ആൾ വേറെ ലെവലാണ് എന്നത് സമ്മതിച്ച് പറ്റൂ. നോക്കുക, 44 വയസ്സ്, 4 മത്സരങ്ങൾ ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിച്ചു, 3 എണ്ണത്തിലും ക്ലീൻ ഷീറ്റ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ക്ലീൻ ഷീറ്റുകളുള്ള താരം 508 ക്ലീൻ ഷീറ്റുകളായി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 1378 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചത്. 37% കളികളും ക്ലീൻ ഷീറ്റായിരുന്നു. അധികം വൈകാതെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം അപ്പിയറൻസുകൾ നടത്തിയ താരമെന്ന റെക്കോർഡിലേക്ക് കൂടി അദ്ദേഹം കടക്കാൻ പോവുകയാണ്. എന്തായാലും ഫാബിയോയുടെ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിലെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കുകയാണ്. 2025 ക്ലബ്ബ് വേൾഡ് കപ്പ് 4 കളികളിൽ അദ്ദേഹം ഗോൾ കീപ്പറായിട്ട് നിന്നു. 2 ഗോളാണ് കൺസീഡ് ചെയ്തത്. 11 സേവുകൾ, 6 സേവുകൾ ഇൻസൈഡ് ദി ബോക്സിൽ നിന്നായിരുന്നു. 85% ബോളുകളും അദ്ദേഹത്തിന് നേരെ വന്ന 85% ബോളുകളും അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. 3 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റും നേടിയിട്ടുണ്ട്. യെസ്, ഇദ്ദേഹമാണ് ഫ്ലുമിനൻസിൻ്റെ യഥാർത്ഥ വലിയേട്ടൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.